അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തീരുമാനിച്ച സമയം ആ സമയം എത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു നമ്മെ പിന്തിപ്പിക്കുകയില്ല. അതെല്ലാവർക്കും ഉറപ്പാണ്. മരണത്തിനെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല, ഒരാളുമില്ല. മരണത്തിനെ അംഗീകരിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. കാരണം അത് സത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ മരണം അനിവാര്യമാണ്. ആ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയത് എവിടെ വെച്ചാണോ ആ സ്പോട്ടിൽ തന്നെ നടക്കും. വലൈ വഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു നിശ്ചയിച്ച അവധിയെത്തിയാൽ അല്ലാഹു തആല ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല. അല്ലാഹ് എവിടെ വെച്ചാണോ നമുക്ക് തീരുമാനിച്ചത്, ചിലപ്പോൾ ഗൾഫിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലത്തായിരിക്കാം. അല്ലാഹ് നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ചായിരിക്കാം. അവിടെ അല്ലാഹു തആല മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൂഹ് പിടിക്കുകയാണ്. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ച രാജാവായിരുന്നു. ലോകം അടക്കി ഭരിച്ച രാജാവാണ്, നബിയുമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല യാത്ര ചെയ്യാൻ തയ്യാർ ചെയ്തു കൊടുത്തത് കാറ്റാണ്. കാറ്റ് ബഹുമാനപ്പെട്ടവരെ വഹിച്ചുകൊണ്ട് എത്രയോ ദൂരത്തേക്ക് യാത്ര ചെയ്യും. കാറ്റായിരുന്നു മഹാനവറുകളുടെ വാഹനം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അവരുടെ സദസ്സിൽ അതാ മഹാനവറുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം അതാ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ നന്നായി നോക്കുകയാണ്. മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം ഈ മനുഷ്യന് പേടിയായി. എന്താണ് അസ്റാഈൽ എന്നെ നോക്കുന്നത്? എന്റെ മരണം അടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ബേജാറായി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നിങ്ങൾ എന്നെ ഇന്നാലിന്റെ സ്ഥലത്ത്, ഇന്ത്യയിലെ ഇന്നാലിന്റെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിടാൻ കാറ്റിനോട് പറയണം. എനിക്ക് പേടിയാകുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ പേടിയാകുന്നുണ്ട്. എന്നെ ഇന്ത്യയിലെ ഇന്നാലിന്റെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിടണം, അതിന് കാറ്റിനോട് കൽപ്പിക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിനോട് പറയുന്നു, ഈ മനുഷ്യനെ ആ ഇന്ത്യയിലെ ഇന്നാലിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുപോകണം. സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം കാറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി. കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം അതാ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ സദസ്സിലുള്ള ഒരു വ്യക്തിയെ വല്ലാതെ മുഖത്തേക്ക് നോക്കിയല്ലോ, അദ്ദേഹത്തിന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയല്ലോ, എന്താണ് അതിന്റെ കാരണം? ആ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ എന്നോട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ആ ഇന്നാലിന്റെ സ്ഥലത്ത് വെച്ചാണ്. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹുവിനോട് കൽപ്പിച്ചിട്ടുള്ളത്. ഈ സദസ്സിലുള്ള ആ വ്യക്തി ഈ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ആ സ്ഥലത്തേക്ക് എത്തുക എന്ന് ചിന്തിച്ച് ഞാൻ നോക്കിപ്പോയതാണ്. ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിക്കുന്നു,
നിങ്ങൾ എന്നെ ഇന്ത്യയിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി വിടണം. അങ്ങനെ കാറ്റിന്റെ സഹായത്തോടുകൂടെ ആ സമയത്ത് തന്നെ ആ സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ റോഡ് ഞാൻ പിടിച്ചു. മലക്കുൽ മൗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം എവിടെയാണ് കണക്കാക്കിയത് അവിടെ തന്നെ നടക്കും. അത് എത്ര വലിയ രാജാധികാരിയായാലും രാജാധികാരമുള്ള വ്യക്തിയായാലും വലിയ അധികാരമുള്ള വ്യക്തിയായാലും വലിയ കോട്ടക്കുള്ളിൽ എല്ലാ സെക്യൂരിറ്റികളുടെയും അതേ നടുവിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ വിളിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു രാജാവ് അദ്ദേഹം സുന്ദരമായ ഒരു കൊട്ടാരം നിർമ്മിച്ചു. എല്ലാ പഴുതുകളും അടച്ച് എല്ലാ പോരായ്മകളും പരിഹരിച്ച് കുറ്റമുക്തമായ ഒരു കൊട്ടാരം, മനോഹരമായ കൊട്ടാരം നിർമ്മിച്ചു. ഒരു പോരായ്മകളും ഇല്ലാതിരിക്കാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നല്ലൊരു മനോഹരമായ കൊട്ടാരം നിർമ്മിച്ചു. അതിന്റെ ഉദ്ഘാടനത്തിന് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ക്ഷണിച്ചു, ഭക്ഷണം കൊടുത്തു. അവരൊക്കെ ഭക്ഷണം കഴിച്ച് കൊട്ടാരം കണ്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ, അഭിപ്രായം ചോദിച്ചറിയാൻ രണ്ടാളുകളെയും ഗേറ്റിലെടുക്കേണ്ടത്. കൊട്ടാരം കണ്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോ എല്ലാവരോടും ചോദിക്കണം, എങ്ങനെയുണ്ട് ഈ കൊട്ടാരത്തിന്റെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. അങ്ങനെ എല്ലാവരും വന്നു, ഭക്ഷണം കഴിച്ചു, കൊട്ടാരം കണ്ടു. തിരിച്ചു പോകുമ്പോൾ ഈ ചെറുപ്പക്കാർ രണ്ടാളുകൾ അവരോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിങ്ങൾ കൊട്ടാരം കണ്ടില്ലേ, ഭക്ഷണം കഴിച്ചില്ലേ, എങ്ങനെയുണ്ട്, വല്ല ന്യൂനതയും കൊട്ടാരത്തിനുണ്ടോ? അവരെല്ലാവരും പറഞ്ഞു, ഒരു ന്യൂനതയും ഇല്ല, വളരെ ഭംഗിയായി മനോഹരമായിട്ടുണ്ട് ഈ കൊട്ടാരം, വളരെ നന്നായിട്ടുണ്ട്, ഒരു ന്യൂനതയും ഇല്ല. അങ്ങനെ അവസാനം വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ച അതേ ഫക്കീറുമാരായ രണ്ടാളുകൾ, കീറിപ്പറിഞ്ഞ ഡ്രസ്സുകൾ ധരിച്ച, മുടി ചടക്കുത്തിയതായ വളരെ മോശപ്പെട്ട രൂപത്തിൽ രണ്ടാളുകൾ വന്നു. അവർ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അവരോട് ഈ കൊട്ടാരത്തിന്റെ പാവകാര് ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല ന്യൂനതയും ഈ കൊട്ടാരത്തിൽ കണ്ടോ? അവർ പറയുന്നു, ഞങ്ങൾ കണ്ടു, രണ്ട് ന്യൂനത കൊട്ടാരത്തിനുണ്ട്. ഉടനെ ഈ രണ്ടാളുകളെ രാജാവിന്റെ സന്നിധാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഒരു പോരായ്മയുണ്ട് എന്ന് പറയാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. കാരണം അത്രയും കുറ്റമുക്തമായി നിർമ്മിച്ച കൊട്ടാരമാണ്. രാജാവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി രാജാവ് അവരോട് ചോദിച്ചു, എന്താണ് രണ്ട് കുറ്റം? ഈ കൊട്ടാരത്തിലുള്ള രണ്ട് കുറ്റം എന്താ? അവർ രണ്ടുപേരും പറഞ്ഞു, ഈ കൊട്ടാരത്തിലുള്ള രണ്ട് കുറ്റം, ഒന്ന് ഈ കൊട്ടാരം നശിക്കും. ഈ കൊട്ടാരം എന്നെന്നും നിലനിൽക്കുന്നതല്ല, ഇത് നശിക്കുന്ന വീടാണ്. രണ്ടാമത്തെ ന്യൂനത, ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്ന രാജാവ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയും. ഈ രണ്ട് ന്യൂനതയാണ് ഈ കൊട്ടാരത്തിലുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ കൊട്ടാരം നിർമ്മിച്ചാലും, എത്ര വലിയ വീട് നിർമ്മിച്ചാലും, എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടായാലും, അല്ലാഹുവിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ, അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയാണ് ആയുസ് തന്നത്, നാം എത്ര വയസ്സായി എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എത്ര കൊല്ലമായി ജീവിതം തുടങ്ങിയിട്ട്. പക്ഷേ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് എന്നാണ് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ മഹത്തുക്കളായ ആളുകൾ
ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണം അവർക്ക് അറിയിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് സുബ്ഹി നിസ്കരിച്ച് നന്നായി കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രങ്ങൾ വെള്ള വസ്ത്രം പുതച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറായി. അതേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതാ കിടക്കുകയാണ്. കാരണം അവർക്കതിന്റെ സമയം അറിഞ്ഞുപോയി. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നമുക്കറിയില്ലേ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പൊന്നാര മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഈ പരിശുദ്ധ റമളാനിലെ റമളാൻ 3-നായിരുന്നു അവർ വഫാത്തായത്. അവരുടെ ആണ്ടിന്റെ ദിവസം റമളാൻ 3-നായിരുന്നു. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവരുടെ മരണത്തിന്റെ സമയം അറിഞ്ഞുപോയി. വളരെ കുറഞ്ഞ പ്രായം ജീവിച്ച മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു 10-25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് മാത്രമേ മഹദി ജീവിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുന്നോടിയായി മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാതെ വിഷമിച്ച് കരയുന്നത് കണ്ടപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ ചെവിയിൽ അവിടുത്തെ കാതിൽ രണ്ട് രഹസ്യം പറഞ്ഞു. ഒരു കാതിൽ ഒരു രഹസ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരഞ്ഞുപോയി. രണ്ടാമത്തെ കാതിൽ പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചുപോയി. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ റസൂലുള്ളാഹി രഹസ്യം പറഞ്ഞപ്പോ ആദ്യം കരയുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തത്? മഹദി പറയുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കാതിൽ രഹസ്യം പറയുന്നു, ഓ മോളെ ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്, ഞാൻ വിട പറയാൻ എടുത്തിട്ടുണ്ട് എന്ന വിവരം എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത്. എന്നാൽ ഞാൻ ചിരിച്ചപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കാതിൽ പറഞ്ഞു, മോളെ ഞാൻ മരണപ്പെട്ട് 6 മാസം കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് വന്നു ചേരുന്നത് മോളെ നീ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ നിവാസികളുടെ സ്വർഗീയ തരുണിയുടെ നേതാവാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു പോയി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോൾ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് കടന്നു. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്ന ദിവസം മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അതാ വീട്ടിൽ രാവിലെ തന്നെ എല്ലാ വീട്ടു ജോലികളൊക്കെ തകൃതിയായി എടുക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പുറത്തുപോയ സമയമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലെ എല്ലാ ജോലികളും തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവെ കുളിപ്പിക്കുകയാണ്, അവരുടെ മുടി ചീകി കൊടുക്കുകയാണ്, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുകയാണ്, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാർ ചെയ്യുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തകൃതിയായ ജോലിയിലാണ്. അലിയാരെ മീതില്ല, അലിയാരെ സ്വീകരിക്കുന്നില്ല. പതിമങ്ങനെയല്ല. അലിയാരെ വീട്ടിലേക്ക് വരുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ
അന്നതാ തകൃതിയായ ജോലിയാണ്. അലിയാർ ശ്രദ്ധിക്കുന്നില്ല. മഹാൻ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു, എന്തുപറ്റി ഫാത്തിമ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് എന്റെ വേണ്ടി ചെയ്യാത്തത്? എന്തു പറ്റിപ്പോയി? ആ സമയത്ത് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ ഭർത്താവേ, ഞാനൊരു വിരുന്നിന് പോവുകയാണ്. അയാളെ ചോദിച്ചു, എങ്ങോട്ടാണ് ഇരുന്നത്? ആരാണ് വിരുന്ന് വിളിച്ചത്? എങ്ങോട്ടാണ് വിരുന്ന് പോകുന്നത്? ഫാത്തിമ ബീവി പറയുന്നു, നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല, മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല. ആരാണ് വിരുന്ന് വിളിച്ചത്? അല്ലാഹുനി അബീ, എന്റെ ഉപ്പനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിരുന്ന് വിളിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി ഉപ്പ വന്ന് വിളിച്ചിട്ടുണ്ട്, മോളെ എന്റെ അടുത്തേക്ക് വരാൻ സമയമായിട്ടുണ്ട്. ഉപ്പാന്റെ വിളി, ഉപ്പ എന്നെ വിരുന്ന് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വിരുന്ന് കഴിഞ്ഞ് പോകാൻ ഞാൻ ഒരുങ്ങുകയാണ്. അവർ മരണത്തിന്റെ സമയം അറിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മഹത്തുക്കളായ ആളുകൾക്ക് അല്ലാഹു മരണത്തിന്റെ സമയം അറിയിച്ചു കൊടുക്കും. ബീവി നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ തന്നെ ഒരു ഖബർ കുഴിച്ചിരുന്നു. നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹ അവർ റമദാനിലാണ് വഫാത്തായിട്ടുള്ളത്. അല്ലാഹു അവരുടെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹ വീട്ടിൽ സ്വന്തമായി ഖബർ കുഴിച്ച് ആ ഖബറിൽ കിടക്കും. ആ ഖബറിൽ വെച്ച് ധാരാളം ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 190ഓളം ഖത്മുകൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഖബറിൽ ഇറങ്ങിയിരുന്നുകൊണ്ട്. കാരണം ആ ഖബറിലേക്ക് പോകാനുള്ളതാണ്. ആ ഖബർ സന്തോഷകരമാകണം എന്ന് കരുതി ഖബറിൽ വെച്ച് ഖുർആനോദി മഹദിയാണ് ബീവി നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹാ. വഫാത്തായത് പരിശുദ്ധ റമദാനിലാണ്. രോഗം കഠിനമായി. ഡോക്ടർമാർ വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ നോമ്പ് മുറിക്കണം, എന്നാലേ രോഗം മാറുകയുള്ളൂ. ആ സമയത്ത് നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ 30 വർഷത്തോളമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നോമ്പുകാരിയായി മരണപ്പെടണം, നോമ്പിലായി മരിക്കണം. അതിന് റബ്ബിനോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് മുറിക്കുന്ന പ്രശ്നമില്ല. മഹദി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അല്ലാഹു അവരുടെ കൂടെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കുകയാണെങ്കിൽ ജീവിക്കേണ്ടിയിരുന്നത് ആരാണ്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തനബി വഫാത്തായി. ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ശാശ്വതമായി ഒരാളും ജീവിക്കുകയില്ല, എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ ആ മരണം നമുക്കുണ്ട്, നമുക്ക് പോകണം. എപ്പോഴാണ് അതിന്റെ സമയം നമുക്ക് അറിയില്ല. പക്ഷെ ആ മരണത്തിന് വേണ്ടി നാം ഒരുങ്ങുന്നില്ല. ആ മരണം എപ്പോഴും വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തിന് തയ്യാറായ ഒരു ജീവിതം, സുബ്ഹാനല്ലാഹ്, തെറ്റുകളില്ലാത്ത ജീവിതം, തൗബയോടുകൂടിയുള്ള ഒരു ജീവിതം, അതേ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കില്ല. കാരണം ആ മരണത്തിനെ ഓർക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അജണ്ടയില്ല. പലർക്കും മരണം എന്ന് പറയുന്നത് വെറുപ്പാണ്. പാടില്ല. മരണത്തിനെ വെറുക്കാൻ പാടില്ല. മരണത്തിനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടൽ വെറുക്കുകൾക്ക് സമാനമാണ്. മരണത്തിന്
മരണത്തിനെ നമ്മളിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തിനെ ഓർത്താൽ ആ മനുഷ്യനെ ശുഹദാക്കളോടുകൂടെ രക്തസാക്ഷികളോടുകൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ദിവസം സമയം കിട്ടുമ്പോഴൊക്കെ 20 പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം പോലും നമുക്ക് ചിന്ത വരുന്നില്ല. ദുനിയാവിന്റെ ഈ സുഖ സൗകര്യങ്ങളിൽ നാം ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരണത്തിന്റെ ചിന്ത നമുക്ക് വരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒഴിഞ്ഞിരുന്നുകൊണ്ട് ആ മരണത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. എത്രയോ ആളുകളാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത് റമദാനിൽ തന്നെ എത്ര ആളുകളാണ് വളരെ കുറഞ്ഞ പ്രായക്കാർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഷമീർ എന്ന് പറയുന്ന അമ്പലപ്പറമ്പിലുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം ജോലി ചെയ്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടതെന്ന് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത് മരണപ്പെട്ട തെക്കേക്കുളമിലെ ആ സഹോദരൻ സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയതാണ്. അവിടെ വെച്ചാണ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം എപ്പോഴാണ് കണക്കാക്കിയത്? ഒരു ദിവസം ഞാൻ ഈ ലോകത്തോട് യാത്ര പോകേണ്ടവനാണല്ലോ, ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്തയോടുകൂടെ ഒരാളെയും വേദനിപ്പിക്കാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നിലക്കും ഒരാളെയും വേദനിപ്പിക്കാതെ സംശുദ്ധമായ ജീവിതം നയിക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിലെ അവസാനത്തെ നിമിഷം നമ്മളൊക്കെ പ്രതിജ്ഞയെടുക്കണം. റമദാനിൽ നാം ആർജിച്ചെടുത്ത ആ ആത്മീയമായ ചൈതന്യം ഇനിയുള്ള ജീവിതത്തിൽ മുഴുവനും നാം കൊണ്ടു നടക്കണം.